എടക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന പ്രവൃത്തികളിലെ ക്രമക്കേടുകളെക്കുറിച്ച് ഓംബുഡ്സ്മാന് പരാതി നൽകിയതായി പ്രതിപക്ഷാംഗങ്ങൾ അറിയിച്ചു. ഉതിരകുളത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കിണർ നിർമ്മിച്ചതിൽ തൊഴിലാളികളുടെ കൂലി മാത്രമാണ് ലഭിച്ചത്. നിർമ്മാണത്തിനായി ഉപയോഗിച്ച റിംഗ് ഉൾപ്പെടെയുള്ള മെറ്റീരിയലുകൾക്ക് ചിലവായ പണം ഗുണഭോക്താവിന് നഷ്ടപ്പെട്ടതായും ഇവർ ആരോപിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറെ 3 ആഴ്ച മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. തുണിമാലിന്യം കഴുകി വൃത്തിയാക്കി ഉണക്കിയ കിടപ്പ് രോഗികളുടെ പാഡുകൾ എന്നിവ വീടുകളിൽ നിന്ന് ശേഖരിക്കണമെന്ന് ഹരിതകർമ്മസേനയ്ക്ക് നിർദ്ദേശമുണ്ടെങ്കിലും ഭരണസമിതി നിലവിൽ വന്ന ശേഷം ഇവ ശേഖരിച്ചിട്ടില്ല. ഇവ ആളുകൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ജൈവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പഞ്ചായത്തിൽ നൽകിയിട്ടില്ല. ലൈഫ് PMAY പദ്ധതികളിൽ 90 ദിവസം ജോലി ചെയ്തതിന്റെ കൂലി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വർഷങ്ങളായി ലഭിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. ഇത് പ്രകാരം ഓരോ മാസവും ഹരിതകർമ്മസേന വീട്ടിലെത്തുമ്പോൾ ഈ കലണ്ടറിൽ പറഞ്ഞ സാധനങ്ങളാണ് തരംതിരിച്ച് കുടുംബാംഗങ്ങൾ എടുത്തു വെക്കേണ്ടത്. ഇതിലിതാ പറയുന്നു, ഏപ്രിൽ മാസം എടുക്കേണ്ടത് പഴയ ചെരുപ്പ്, ബാഗ്, തെർമോക്കോൾ, തുണി മാലിന്യങ്ങൾ. ഈ തുണി മാലിന്യങ്ങൾ ഇത്രയും വർഷമായിട്ടും ഹരിതകർമ്മസേനയെ കൊണ്ട് എടുപ്പിക്കുന്നതിന് ഈ UDFന്റെ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. കിടപ്പിലായ രോഗികൾ നിരവധിയാണ് നമ്മുടെ പഞ്ചായത്തിൽ. കിടപ്പിലായ രോഗികളുണ്ടാകുമ്പോൾ അവർ നമ്മുടെ കിടക്കയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഒരു അസൗകര്യം എന്ന നിലയ്ക്ക് അവിടെ പാമ്പേഴ്സ് സാധാരണ നമ്മൾ ഉപയോഗിക്കും. മറ്റ് പഞ്ചായത്തുകൾ ചെയ്യുന്നത് ഈ പാമ്പേഴ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഉണക്കിക്കഴിഞ്ഞാൽ അത് ഹരിതകർമ്മസേന എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ എടക്കര പഞ്ചായത്തിൽ നിരവധി ദിവസങ്ങളായി ഈ ആളുകൾ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഉപയോഗിക്കാൻ കഴിയാത്ത തുണികളും ഈ പാമ്പേഴ്സും ആളുകൾ കത്തിക്കുകയല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ല. അപ്പോൾ എടുത്തു കൊണ്ടുപോകേണ്ടത് ഈ രീതിയിൽ എടുത്തു കൊണ്ടുപോകുന്നതിന് യാതൊരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. ഇപ്പോൾ ഒരു സർവേ പഞ്ചായത്തിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് ജൈവ മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിലെയും നമ്മുടെ അടുക്കളയിലെയും വെള്ളം, ഇതൊക്കെ കൃത്യമായി നമ്മൾ സംസ്കരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സർവേ നടത്തി പഞ്ചായത്ത്. സർവേ നടത്തിയപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഗുരുതരമായ ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതിഷേധമാണ്. ഇവിടെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി സോക്കേജ് പിറ്റും കമ്പോസ്റ്റ് പിറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടി നിരവധി അപേക്ഷകൾ വർഷങ്ങളായി ഈ പഞ്ചായത്ത് ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. സർവേ നടത്തി ചെന്ന സമയത്താണ് ജനപ്രതിനിധികളെ വിളിച്ച് ഈ ആളുകൾ പ്രതിഷേധം പറയുകയാണ്. കാരണം ഞങ്ങൾക്ക് സ്വന്തമായി സോക്കേജ് പിറ്റ് നിർമ്മിക്കാൻ പണമില്ല, ഞങ്ങൾക്ക് സ്വന്തമായി കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കാൻ ഞങ്ങൾക്ക് പണമില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇതിന് ഇഷ്ടം പോലെ പണം ഇവിടെ ഉണ്ട്. തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമായും പറയുന്നത് റോഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇത്തരം പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കണം എന്നാണ്. സോക്കേജ് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ്, ഡ്രെയിനേജുകൾ, പാലങ്ങൾ, കലുങ്കുകൾ, ഇതിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അംഗനവാടി കെട്ടിടങ്ങൾ ഉൾപ്പെടെ മുൻഗണന കൊടുക്കുന്നത്. അവർക്കൊന്നും സോക്കേജ് പിറ്റ് ഇന്ന് വരെ, നിങ്ങൾ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചാൽ ഇപ്പോൾ ഓംബുഡ്സ്മാൻ അന്വേഷണത്തിന് വരികയാണ്. ഈ അപേക്ഷകളൊക്കെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രതിപക്ഷ നേതാവ് P. മോഹനൻ, അംഗങ്ങളായ സന്തോഷ് കപ്രാട്, സനൽ പാർലി, KP ജബ്ബാർ, റസിയ തൊണ്ടിയിൽ, അജി സുനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, എടക്കര.